ഈശ്വരാ ഭഗവാനെ. തിരുമേനി നമസ്കാരം. നമസ്കാരം. പീതാംബരേട്ടന്റെ മകനല്ലേ? അതെ, ഹരി. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, താൻ പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ട്, വാഹന പൂജയ്ക്ക് വരുന്നു പറഞ്ഞിട്ട്. വീട്ടുകാരും വന്നില്ലേ? അതെന്താ പൂജ കഴിഞ്ഞിട്ട് എല്ലാരും കേട്ടിൽ വെച്ചിട്ടാ. അങ്ങനെയുണ്ടോ? ആയിക്കോട്ടെ. തിരുമേനി, പൂജ അങ്ങോട്ട് നല്ല രീതിക്ക് ആയിക്കോട്ടെ കേട്ടോ. ഭഗവാനെ വണ്ടിക്കൊന്നും വരുത്തരുതേ. ഇത് 1.5 ലിറ്റർ പെട്രോളല്ലേ? അമ്പോ, തിരുമേനി ആള് പൊളിയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്നാ നമുക്ക് പൂജ തുടങ്ങിയാലോ? ആ, നമഃ ശിവായ വാഹനായ ഗുഹം യാത്രി ഭവേത് സദാ ദുർഘടന വിനശ്യന്തു അധിക സുഖമാപ്നുയാത്. ഓം നമഃ ശിവായ വാഹനായ ഗുഹം യാത്രി ഭവേത് സദാ ദുർഘടന വിനശ്യന്തു അധിക സുഖമാപ്നുയാത്. അല്ല തിരുമേനി, വണ്ടിയിൽ കുങ്കുമം ചന്ദനം ചാർത്തിയില്ല, ഓമും മരിച്ചില്ല. വണ്ടിക്ക് ഇതിന് പറ്റുമോ? ചന്ദനം കുങ്കുമ്പോ വണ്ടിയുമേ തൊട്ടാലേ എന്തെങ്കിലും പറ്റാൻ പോണേ? അല്ല തിരുമേനി, വിധിപ്രകാരം അങ്ങനെ പാടില്ലെന്നുണ്ടോ? കുറിയൊക്കെ നമ്മളെ ദേഹത്ത് പോരെ, അതൊന്നും കാറിന്റെ പെയിന്റിന് നല്ലതല്ലടോ. ക്ലിയർ കോട്ടിൽ ഇറങ്ങി പെയിന്റ് ഡാമേജ് ആവും, പിന്നെ താൻ പുതിയ പെയിന്റ് അടിക്കേണ്ടി വരും. അല്ല തിരുമേനി, അപ്പൊ ചന്ദനം കുങ്കുമൊന്നും എവിടെ ആക്കണ്ടേ? അതിന്റെ ആവശ്യമില്ലടോ, ഈ പൂക്കൾ മതി. വെള്ളം തളിച്ചാൽ കൂടി പ്രശ്നമാവും. അതിന്റെ വാട്ടർ മാർക്സ് മാറ്റാൻ തന്നെ ബുദ്ധിമുട്ടാവും. നല്ലോണം ശ്രദ്ധിക്കണം. അതെല്ലേ, ഇതെങ്ങനെ തിരുമേനിക്ക് അറിയണേ? ഞാനും ഇതുമാതിരിയുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്. അല്ല തിരുമേനി, ഇത് ചെയ്യാത്തോണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ തന്റെ കൂടെ തന്നെയുണ്ട്. താനൊരു കാര്യം ചെയ്യുക, താനൊരു PPF സെറാമിക് കോട്ടിങ്ങോ വണ്ടിക്ക് ചെയ്യുക. വണ്ടി വൃത്തിയായി നിന്നോളൂ. തിരുമേനി, ഭഗവാൻ അതൃപ്തിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഭഗവാൻ വദതി മമ സർവം സ്വച്ഛം സുവ്യവസ്ഥിതം ച രോജതയെന്നല്ലേ? ധൈര്യമായിട്ട് പൊക്കോ. ശരി തിരുമേനി.